ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കഥ പറയാം. ടോണി ഒരാൾ തരബാലകനായിരുന്നു. ഒരു ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ടോണിയും ആ ഇടവകയിലെ ഒരു പ്രാർത്ഥനക്കാരിയായ ചേച്ചിയും പുൽക്കൂട്ടിലെ ഉണ്ണിയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പനേരത്തിന് ശേഷം പ്രാർത്ഥനക്കാരിയായ ചേച്ചിയും വീട്ടിലേക്ക് മടങ്ങി. ഈ സമയം ടോണി ചുറ്റും നിരീക്ഷിച്ചു. ആരുമില്ലെന്നുറപ്പിച്ചതിന് ശേഷം ടോണി പുൽക്കൂട്ടിലെ ഉണ്ണിയെ എടുത്ത് തന്റെ സൈക്കിളിന്റെ പിന്നിൽ കെട്ടിവെച്ച് സൈക്കിളുമായി മുന്നോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ കുർബാന ഉണ്ടായിരുന്നു. കപ്പ്യാർ 1-ാം മണി അടിച്ചതിനു ശേഷം പുൽക്കൂട്ടിനരികിൽ വന്നപ്പോൾ ഉണ്ണിയെ കാണുന്നില്ല. ഉടൻ തന്നെ വിവരം വികാരിയച്ഛനെ അറിയിച്ചു. വികാരിയച്ഛൻ പുൽക്കൂട് സന്ദർശിച്ചു. കപ്പ്യാർ പറഞ്ഞത് സത്യമാണ്, പുൽക്കൂട്ടിൽ ഉണ്ണിയെ കാണുന്നില്ല. കുർബാനയിൽ പങ്കെടുക്കാനുള്ള മറ്റു ജനങ്ങളെല്ലാം എത്തിത്തുടങ്ങി. സംഭവം ഒരു ചർച്ചാ വിഷയമായി. ഈ സമയം പ്രാർത്ഥനക്കാരിയായ ചേച്ചിയും കുർബാനയിൽ പങ്കെടുക്കാനായി എത്തി. പ്രാർത്ഥനക്കാരിയായ ചേച്ചി പറഞ്ഞു, ഇന്നലെ ഞാനും ടോണിയുമാണ് അവസാനം പിരിഞ്ഞത്. അപ്പോൾ കൂട്ടത്തിലുണ്ടായ മറ്റൊരാൾ പറഞ്ഞു, അതെ, ഇന്നലെ ടോണിയുടെ സൈക്കിളിന്റെ പിന്നിൽ എന്തോ കെട്ടിവെച്ചു പോകുന്നത് ഞാൻ കണ്ടു. ടോണി ഉണ്ണിയെ മോഷ്ടിച്ചുവെന്ന് എല്ലാവരും ഓർപ്പിച്ചു. ഈ സമയം ടോണി സൈക്കിളുമായി പള്ളിയിലെത്തി. ശരിയാണ്, ടോണിയുടെ സൈക്കിളിന്റെ പിന്നിൽ ഉണ്ണിയുണ്ട്, വികാരിയച്ഛൻ പറഞ്ഞു. ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ, നിങ്ങൾ ആരും ഒന്നും മിണ്ടേണ്ട. വികാരിയച്ഛൻ ടോണിയെ മാറ്റി നിർത്തി സംസാരിച്ചു. വികാരിയച്ഛൻ പറഞ്ഞു, നീ എന്തിനാണ് ഉണ്ണി എടുത്തത്? അവന്റെ മറുപടി കേട്ട് വികാരിയച്ഛൻ അതിശയിച്ചു പോയി. അവന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അച്ചോ, കഴിഞ്ഞ വർഷം എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ണിയോട് ചോദിച്ചിരുന്നു, അടുത്ത വർഷം എനിക്ക് നീ ഒരു സൈക്കിൾ തരികയാണെങ്കിൽ ഞാൻ ആ സൈക്കിളിൽ കൊണ്ടുപോയി നിന്നെ ഈ നാട്ടിലെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന്. ഉണ്ണി വാക്ക് പാലിച്ചു. അപ്പോൾ ഞാനും വാക്ക് പാലിക്കേണ്ടേ അച്ചോ? പ്രിയ കൂട്ടുകാരെ, ഈ നിഷ്കളങ്കനായ ടോണിയെ പോലെ നമുക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൊടുത്ത വാക്ക് നിറവേറ്റുവാനും ഈ പുതുവർഷത്തിൽ നമുക്ക് സാധിക്കട്ടെ. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇറ്റ്സ് മീ ഇവാഞ്ചൽ.